ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ജാസ്മിൻ ജാഫറിൻ്റേത്. ഗബ്രിയുമായുള്ള കൂട്ടുകെട്ട് മൂലം ഹൗസിൽ വന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാസ്മിന് ഹൗസിന് പുറത്ത് പിന്തുണ കുറഞ്ഞു തുടങ്ങിയിരുന്നു. പുറത്ത് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയത്. തുടക്കത്തിൽ ഗബ്രിയുമായി തനിക്കുള്ളത് സൗഹൃദം മാത്രമാണെന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിധി വിട്ടു പോകുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ ഹൗസിലുള്ളവർ തന്നെ ഇരുവരോടും പ്രണയമാണോ അതോ സൗഹൃദമാണോ എന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാക്കി കൊടുത്ത ശേഷം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഇരുവരും പ്രേക്ഷകർക്ക് തങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കി കൊടുത്തില്ല. ഏറ്റവും നന്നായി ഗെയിം കളിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഗബ്രി. പക്ഷേ ജാസ്മിനുമായി ചേർന്ന് ലവ് കോംബോ കളിച്ചതിനാൽ ഗബ്രിയുടെ ഗെയിം പ്രേക്ഷകരും കാണാതെ പോയി. ഗബ്രിയുമായുള്ള ബന്ധത്തോടെ തങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഫാമിലി വീക്കിന്റെ ഭാഗമായി ഹൗസിലേക്ക് എത്തിയപ്പോൾ ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു. ശേഷം ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയും ഫോട്ടോയും നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ഗബ്രിയെക്കുറിച്ച് സഹമത്സരാർത്ഥികളോട് ജാസ്മിൻ സംസാരിക്കുന്ന വീഡിയോയും അതിന് വന്ന കമന്റുകളും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു. ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കുന്നതിനിടെയാണ് ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ സംസാരിച്ചത്. ന്റെ കണക്കിൽ ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ട്രൂത്ത് ഓർ ഡെയർ ഗെയിമിൽ സിജോ, നന്ദന, അർജുൻ, ശ്രീതു, ജാസ്മിൻ, അഭിഷേക് എന്നിവരാണ് പങ്കെടുത്തത്. ഹൗസിൽ പുറമേയുള്ള ഭംഗി കണക്കിലെടുത്ത് കാണാൻ കൊള്ളാവുന്നത് ജാസ്മിനും ശ്രീതുവാണെന്ന് സിജോ പറഞ്ഞ ശേഷമാണ് സിജോയ്ക്ക് ജാസ്മിനോട് ചോദിക്കാൻ അവസരം ലഭിച്ചത്. ജാസ്മിന്റെ ലാസ്റ്റ് കിസിനെ പറ്റി പറയാനാണ് സിജോ ആവശ്യപ്പെട്ടത്. ലാസ്റ്റ് കിസ് ഹൗസിൽ നിന്നും അത്തയും ഉമ്മയും പുറത്തിറങ്ങിയപ്പോഴാണ് കൊടുത്തത്. അതല്ലാതെ ഫ്രണ്ട്സിന്റെ കണക്ക് ലാസ്റ്റ് കിസ് കൊടുത്തത് ഗബ്രിക്കാണ് എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ജാസ്മിന്റെ വീഡിയോ വൈറലായതോടെ നിരവധി കമന്റുകളാണ് ജാസ്മിനെ വിമർശിച്ച് പ്രേക്ഷകർ കുറിച്ചത്. ഫാമിലി വന്ന് പോയ ശേഷമാണ് ജാസ്മിന് ബോധം വെച്ചത്. അതുകൊണ്ടാണിപ്പോൾ ഫ്രണ്ട്സാണ് ഗബ്രി എന്ന് പറയുന്നത്. ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഗബ്രിക്ക് മുത്തം കൊടുത്ത ജാസു. ആ മനസ്സ് ആരും കാണാതെ പോകരുത്. ഗബ്രി പുറത്തായപ്പോൾ ഭർത്താവ് മരിച്ച ഭാര്യയെപ്പോലെ കരഞ്ഞു വിളിച്ച് നടന്നത് മറന്നുപോയ ജാസ്മിൻ. ഉപ്പ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഗബ്രി ഫ്രണ്ടായി മാറി. ഇപ്പോൾ ജാസ്മിന് എല്ലാവരുമായി ഇരിക്കാൻ അറിയാമല്ലോ. ജാസ്മിന് ഗബ്രി ഫ്രണ്ടായോ അഫ്സലിന്റെ ബൊമ്മ കിട്ടിയത് കൊണ്ടുമല്ലല്ലോ എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ. ഹൗസിൽ നിന്ന് എവിക്റ്റായ ശേഷം പ്രത്യക്ഷപ്പെട്ട അഭിമുഖത്തിൽ എല്ലാം ഗബ്രി ഏറ്റവും കൂടുതൽ നേരിട്ട ചോദ്യം ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നു. തങ്ങൾ വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്നും ആ രീതിയിലാണ് ചുംബിച്ചതെന്നും എന്നുമാണ് ഗബ്രി പറഞ്ഞത്. എന്നാൽ ഹൗസിൽ വെച്ച് ഒരിക്കൽ ഗബ്രിയോടുള്ള തന്റെ പ്രണയം ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ താൻ അത് തയ്യാറായില്ലെന്നും ജാസ്മിന് തനിക്ക് പ്രണയിക്കാൻ കഴിയില്ലെന്ന് ഗബ്രി നൽകിയ മറുപടി. ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം തുടങ്ങിയ ശേഷം ജാസ്മിന്റെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹം മുടങ്ങിയിരുന്നു.